പത്തനംതിട്ട വലയന്നൂരിലെ സുരേഷിന്റെ ദുരൂഹമരണം അന്വേഷിക്കാൻ പുതിയ സംഘം. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 14 അന്വേഷണ സംഘത്തെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച ശേഷം KM സുരേഷിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. AV ജയശങ്കർ വിവരങ്ങൾ. ജയശങ്കർ, വാരിയല്ലുകളിൽ പൊട്ടലടക്കം കുടുംബം ആ ദുരൂഹത ആരോപിക്കുന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ആ ദുരൂഹതയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്ലാരിറ്റി ഇപ്പോൾ വരുന്നുണ്ടോ? ആശ്മി, ഈ കുടുംബം ഉൾപ്പെടെ പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ റേഞ്ച് അഞ്ചിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിലവിൽ രൂപീകരിച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരൻ്റെ നേതൃത്വത്തിലുള്ള 14 സംഘത്തെയാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. കോന്നി SHO ശ്രീജിത്ത് ഉൾപ്പെടെ 14 പേരാണ് ഈ സംഘത്തിലുള്ളത്. ഈ സംഘം ഈ മരണം സംബന്ധിച്ച് കുടുംബത്തിൻ്റെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും, എന്തിന് ഈ ആൾ ഇങ്ങോട്ടെത്തി കോന്നിയിലെത്തി ആത്മഹത്യ ചെയ്തു, കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കിലോമീറ്ററുകൾ പുറത്തുള്ള കോന്നിയിലെത്തി ആത്മഹത്യ ചെയ്തു ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എന്തായാലും അന്വേഷണ സംഘം പരിശോധന നടത്തും. വിശദമായൊരു പരിശോധന ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അറിയുന്നത്. അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് എന്തായാലും പുറത്തു വരുന്നത്. വിശദമായ അന്വേഷണ കുടുംബത്തിൻ്റെ ആരോപണങ്ങൾ, ഒപ്പം തന്നെ പോലീസിന് ഏതെങ്കിലും തരത്തിൽ വീഴ്ച പറ്റിയോ, കോയിപ്പുറം SHO ഉൾപ്പെടെയുള്ള ആളുകളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ്, അല്ലെങ്കിൽ ഇവരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ കുടുംബത്തിൻ്റെ മൊഴിയായിരിക്കും ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുക. അതിനുശേഷമായിരിക്കും തുടരന്വേഷണത്തിലേക്ക് എന്തായാലും കിടക്കുക. ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കിടക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ വലിയ പരിമിതികളുണ്ടെങ്കിൽ കൂടി കുടുംബത്തിൻ്റെ ആരോപണങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടിയാണ് ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതിൻ്റെ ചുമതല നൽകുകയും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി തന്നെ ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിലവിൽ നിയോഗിക്കുകയും ചെയ്തത്. ഈ സുരേഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. പോലീസിനെതിരെ ആരോപണമുണ്ട്. ഒപ്പം തന്നെ ഈ മരണത്തിന് 2 ദിവസം മുമ്പ് വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയ വിഷയങ്ങൾ ഉൾപ്പെടെ ആക്ഷേപമുണ്ട്. ഒപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ മരണത്തിന് ശേഷവും കണ്ടെത്താൻ സാധിച്ചില്ല എന്നൊരു ആക്ഷേപവും കുടുംബം എന്തായാലും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കസ്റ്റഡിയിലെടുത്ത് പോലീസ് വിട്ടയച്ച ശേഷമാണ് സുരേഷ് ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പോലീസിന് അവരുടെ അഗ്നിശുദ്ധി വരുത്തുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. എന്തായാലും വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി പറയുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിച്ചു. പത്തനംതിട്ട അഡീഷണൽ SPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഈ തൂങ്ങി മരിച്ച പ്രദേശം സന്ദർശിക്കുകയും പരിശോധനയൊക്കെ നടത്തുകയും വാർത്തയുടെ വിവരങ്ങൾ നൽകി. അതിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെ വീട്ടുകാർ ആരോപിക്കുകയാണ്. അതിൽ പരിഹാരം വേണമെന്നാണ് അവരുടെ ആവശ്യം. അത് പോലീസ് അന്വേഷിക്കുകയും ചെയ്യണം.